message I am going to continue is how can we regain what we lost. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ തുടർച്ചയെന്ന വണ്ണം നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ നമുക്ക് നഷ്ടം വന്ന നഷ്ടങ്ങളെ എങ്ങനെ തിരികെ പ്രാപിക്കാം. Through three parables Jesus proved that anything and everything we lost can be regained. മൂന്ന് ഉപമകളിലൂടെ കർത്താവ് ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി നമ്മളോട് പറഞ്ഞു. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരികെ പ്രാപിക്കുവാൻ നമുക്ക് സഹായിക്കുന്ന ഒരു ഉപമയാണ് കർത്താവ് പറഞ്ഞത്. Irrespective of your position or your job, whatever things you have lost in your life, you can regain it. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് നഷ്ടം വന്ന ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥാനമാനങ്ങളായിരിക്കാം, നിങ്ങളുടെ ജോലിയായിരിക്കാം, എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അത് തിരികെ പ്രാപിക്കാം. So that's why Jesus brought three types of people from three walks of life. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ നിന്നും മൂന്ന് തരത്തിലുള്ള ആളുകളെ കർത്താവ് ഉപമയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. He brought a father who lost his son. മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ ചിത്രം കൊണ്ടുവന്നു. We know a lot of people who lost their children. നമുക്കറിയാം മക്കളെ നഷ്ടപ്പെട്ട പിതാക്കന്മാരെ. So God is giving a hope to them. Don't worry, you can regain it. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യാശയുടെ രൂപത്തിൽ ദൈവം കർത്താവ് പറയുകയാണ്, മക്കളെ നഷ്ടപ്പെട്ട പിതാക്കന്മാർക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. And again he brought a shepherd who is in a job, in a profession, who lost something in his job. അതുപോലെ തന്നെ ജോലിയിലായിരിക്കുന്ന ഒരു ആട്ടിടയൻ തന്റെ കൃത്യനിർവഹണത്തിനിടയിൽ ഒരു ആടിനെ നഷ്ടപ്പെട്ട ഒരു ആട്ടിടയന്റെ ചിത്രവും കർത്താവ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നു. If you have lost anything in your professional career, the Lord is telling you, you can regain that. നിങ്ങളുടെ തൊഴിൽപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ഉറപ്പു തരുന്നു, നിങ്ങൾക്ക് അത് തിരികെ പ്രാപിക്കാം. And then Jesus brought a woman who lost a coin which was so precious and dear to her. മൂന്നാമതായി കർത്താവ് പറയുന്ന ഒരു ഉപമ തന്റെ വ്യക്തി ജീവിതത്തിൽ തനിക്ക് വളരെയധികം വൈകാരികമായി അടുപ്പമുള്ള വിലയേറിയ ഒരു വെള്ളി നാണയം നഷ്ടപ്പെട്ട സ്ത്രീയെ കുറിച്ചാണ്. And in all these three parables Jesus told us, if you want, you can regain everything what you lost. കർത്താവ് പറഞ്ഞ ഈ മൂന്ന് ഉപമകളിൽ കൂടെ കർത്താവ് തരുന്ന സന്ദേശം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് വഴിത്താരയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ നിങ്ങൾക്ക് തിരികെ പ്രാപിക്കാം. I would like to take three other people from the Old Testament who lost everything in their life and you regained it. അതുപോലെ തന്നെ ഈ ഉപമയ്ക്ക് സാദൃശ്യമായി പഴയ നിയമത്തിൽ മൂന്ന് വ്യക്തികളെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അവർക്കും ജീവിതത്തിൽ നഷ്ടം വന്ന് സംഭവിച്ചവരാണ്. In the second Kings you can see a prophet who lost his axe as he was doing the work. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തന്റെ പ്രവചന ദൗത്യം നഷ്ടപ്പെട്ട ഒരു പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയും. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തന്റെ ശുശ്രൂഷയിൽ മഴു നഷ്ടപ്പെട്ട ഒരു പ്രവാചക ശിഷ്യനെ, a prophet who lost his axe as he was doing some work. ഒരു കോടാലി ഒരു മഴു നഷ്ടപ്പെട്ട ഒരു പ്രവാചകനെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. In the book of Job you can see a man who lost everything in his life, his children, his wealth, everything he had, even his health. യോബിന്റെ പുസ്തകത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണുവാൻ കഴിയും, തന്റെ മക്കളെ നഷ്ടപ്പെട്ട, തന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെട്ട, തന്റെ ജീവിതത്തെ തന്നെ പൂർണ്ണമായി നഷ്ടം വെട്ട ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. Job also regained what he lost. അത്തരം വ്യക്തിയും ആ പരാമർശിക്കപ്പെടുന്ന യോബ് തന്റെ ജീവിതത്തിൽ തനിക്ക് നഷ്ടം വന്ന സകലതും തിരികെ പ്രാപിച്ചു. The disciple of the prophet regained what he lost. പ്രവാചകന്റെ ശിഷ്യനെ തനിക്ക് നഷ്ടം വന്നത് തിരികെ പ്രാപിക്കാൻ സാധിച്ചു. And there is another man whom I bring in front of you, that is King David. അടുത്തതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ കാണിക്കുന്ന ഒരു വാങ്മയ ചിത്രം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിനെയാണ്. David lost something in his life. ദാവീദിന് തന്റെ ജീവിതത്തിൽ ചിലത് നഷ്ടം വന്നു. He lost the joy of salvation. രക്ഷയുടെ സന്തോഷം ദാവീദിന് നഷ്ടം വന്നു. But he regained the joy of salvation. പക്ഷേ അവൻ രക്ഷയുടെ സന്തോഷം തിരികെ പ്രാപിക്കുക തന്നെ ചെയ്തു. If you look into the Bible, you can see people who lost many things in their life, but they regained it with the help of God. വേദപുസ്തകത്തിലൂടെ നാം കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും, വ്യക്തി ജീവിതത്തിൽ നഷ്ടം വന്ന പലർക്കും അവരുടെ ആ ആയുസ്സിൽ തന്നെ അത് തിരികെ പ്രാപിക്കുവാൻ സാധിച്ചതായി. Maybe some of you might have lost something in your life, in somewhere in your life. നിങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നിങ്ങളിൽ പലർക്കും എന്തൊക്കെയോ കൈമോശം വന്നിട്ടുണ്ടായിരിക്കും. You may lost something in your life. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ കൈമോശം വന്നിരിക്കും. But this morning the Holy Spirit says, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വാക്ക് പറയുന്നു, it is not lost forever, you can gain it back. അത് ശാശ്വതമായി നഷ്ടപ്പെടേണ്ടതൊന്നല്ല, നിങ്ങൾക്ക് അത് തിരികെ പ്രാപിക്കാവുന്നതാണ്. It is not lost forever. അത് സർവകാലത്തേക്കുമായി നഷ്ടപ്പെടേണ്ട ഒന്നല്ല, അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്നല്ല. You can get it back. നിങ്ങൾക്ക് അത് തിരികെ പ്രാപിക്കാം. I have a great promise to give you this morning. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഒരു മഹത്തായ വാഗ്ദത്തം എനിക്ക് തരുവാനുണ്ട്. A great hope to give for you. ഒരു മഹത്തായ പ്രത്യാശ നിങ്ങൾക്ക് തരുവാനുണ്ട്. Whatever you lost is
temporary. God is going to give it back to you. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ്. ദൈവം നിങ്ങൾക്ക് അത് തിരികെ തരിക തന്നെ ചെയ്യും. God doesn't want you to be a loser all through your life. നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായി നിങ്ങളൊരു പരാജിതയായി ജീവിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങൾക്ക് അത് തിരികെ തരിക തന്നെ ചെയ്യും. ജീവിതത്തിൽ എന്നും നഷ്ടപ്പെട്ടവനായി നിന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. If you want, you can regain it. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ പ്രാപിക്കുവാനും സാധിക്കും. Hallelujah. Amen. That's a good news. അതൊരു സുവാർത്തയാണ്. That's a great news. അതൊരു മഹത്തായ വാർത്തയാണ്. That gives me hope. അതെനിക്ക് പ്രത്യാശ പകർന്നു തരുന്നു. Hallelujah. Amen. One day, ഒരിക്കൽ Jacob lost something in his life. യാക്കോബിനും തന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടം വന്നു. He lost his dearest son. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തന്റെ മകനെ നഷ്ടം വന്നു. So much. അത്രമാത്രം അവൻ സ്നേഹിച്ചിരുന്ന പൈതലിനെ. But he also regained it. പക്ഷേ ആ പിതാവിനും ആ പൈതലിനെ തിരികെ പ്രാപിച്ചു. Dear brother and dear sister, പ്രിയ സഹോദരി സഹോദരന്മാരെ, this morning I would like to guarantee you something. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പു തരുന്നു. With God you can regain everything. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്ന സകലത്തിനെയും ദൈവത്താൽ നിങ്ങൾക്ക് തിരികെ പ്രാപിക്കാം. With God you can regain everything. ദൈവത്തിന്റെ സഹായത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്ന സകലത്തെയും നിങ്ങൾക്ക് തിരികെ പ്രാപിക്കാം. Don't give up your hope. നിങ്ങളുടെ പ്രത്യാശയെ നഷ്ടമാക്കി കളയരുത്. Don't give up your hope. നിങ്ങളുടെ പ്രത്യാശയെ ഉപേക്ഷിക്കരുത്. You can regain it. നിങ്ങൾക്ക് അത് തിരികെ പ്രാപിക്കാം. You will be a conqueror once again. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ ലോകത്തെ കീഴടക്കുന്നവരായി തീരാം. You can be a victorious man once again. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജയാളിയായി ജീവിക്കാം. Celebration is going to come back into your house. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ നഷ്ടപ്പെട്ട ഉത്സവത്തെ നിങ്ങൾക്ക് തിരികെ പ്രാപിക്കാം. Joy is going to come back. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്ന ആനന്ദത്തെ തിരികെ പ്രാപിക്കാം. Your friends are going to come back. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ചങ്ങാതികളെ തിരികെ പ്രാപിക്കാം. See how these three parables ends over here. അതുകൊണ്ട് ഇവിടെ പറയപ്പെട്ട 3 ഉപമകളിലേക്കും നോക്കിയാട്ടെ. Oh, it ends with great joy. It ends with great joy. അവർക്കെല്ലാവർക്കും മഹത്തായ സന്തോഷത്തെ തിരികെ പ്രാപിക്കുവാൻ സാധിച്ചു. ഇതെല്ലാം അവസാനിക്കുന്നത് വലിയ സന്തോഷത്തോടുകൂടിയാണ്. The shepherd who lost his sheep, the story, the parable is ended with great joy. ഇവിടെ പറയപ്പെടുന്ന ആ ഇടയന്റെ ഉപമയിലെ നഷ്ടം വന്ന ആടിനെ തിരികെ ലഭിച്ച മഹത്തായ ഒരു സന്തോഷത്തിലാണ് ആ ഉപമ അവസാനിക്കുന്നത്. The woman who lost her coin and spent her days in tears and agony and shame, that parable ends with great joy. വെള്ളി നാണയം നഷ്ടപ്പെട്ട ആ സ്ത്രീ തന്റെ ജീവിതത്തിൽ അത് തിരികെ ലഭിക്കുന്നതുവരെ കണ്ണുനീരിലും ദുഃഖത്തിലും അപമാനത്തിലുമായിരുന്നു. പക്ഷേ ഓർക്കുക, ആ ഉപമ അവസാനിക്കുന്നത് അവൾക്ക് സന്തോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ദിവസങ്ങളിലായിരുന്നു. The father who lost his son, that story ends up with great joy. മകനെ നഷ്ടപ്പെട്ട പിതാവിന്റെ ഉപമയും അവസാനിക്കുന്നത് തിരികെ പ്രാപിച്ച മകനോടൊത്തുള്ള സന്തോഷിക്കുന്ന ദിനങ്ങളിലായിട്ടായിരുന്നു. Dear brother, this morning I would like to speak into your life with a prophetic voice. Your joy is coming back. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഭയെ, പ്രവചനാത്മാവിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് തിരികെ പ്രാപിക്കേണ്ട പകൽക്കാലമാണ്. Your joy is coming back. നിങ്ങളുടെ സന്തോഷം തിരികെ വരുന്നതാണ്. Your joy is coming back. നിങ്ങളുടെ സന്തോഷം തിരികെ വരുന്നു. Your house will not be a house of lamentation anymore. നിങ്ങളുടെ ഭവനം ഒരിക്കലും ഒരു വിലാപഭവനമായി തീരേണ്ട ആവശ്യമില്ല. Your life will not be a life of lamentation anymore. നിങ്ങളുടെ ആയുസ് ഒരിക്കലും ഇനി ഒരു വിലാപത്തിന്റെ ആയുസായി തീരേണ്ട ആവശ്യമില്ല. Your joy is coming back. നിങ്ങളുടെ സന്തോഷം തിരികെ വരുന്നു. Your joy is coming back. നിങ്ങളുടെ ഉത്സാഹം, നിങ്ങളുടെ സന്തോഷം തിരികെ വരുന്നു. All these parables ended with great joy. ഈ പറയപ്പെടുന്ന 3 ഉപമകളും അവസാനിച്ചത് സന്തോഷത്തിലാണ്, ഉത്സവത്തിലാണ്. The disciple of the prophet, his life ended with great joy. പ്രവാചകന്റെ ശിഷ്യന്മാർക്കും വളരെ സന്തോഷത്തിലാണ് അവസാനിച്ചത്. Oh, King David ended his psalm with great joy. ദാവീദ്, സങ്കീർത്തനക്കാരനായ ദാവീദ് അവസാനിപ്പിച്ചത് സന്തോഷത്തിലാണ്. The book of Job ends with great joy. യോബിന്റെ പുസ്തകം അവസാനിക്കുന്നത് സന്തോഷത്തിലാണ്. Oh, the shepherd ends his day with great joy. The shepherd ends his day with great joy. ഇടയനെ തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ അവസാനിച്ചത് ഈ ഉപമയിൽ പറയുന്ന ഇടയന്റെ അവസാനം സന്തോഷത്തിലായിരുന്നു. This morning, ഇന്ന് പകൽക്കാലം this is a prophetic voice into your life. നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രവചനാത്മാവിൽ ഒന്ന് പറയുന്നു. Your joy is coming. നഷ്ടപ്പെട്ട നിങ്ങളുടെ സന്തോഷം തിരികെ വരുന്നു. The joy is coming. നിങ്ങളുടെ സന്തോഷം തിരികെ വരുന്നു. The celebration is coming. നിങ്ങളുടെ ആഘോഷങ്ങൾ തിരികെ വരുന്നു. All these days the enemy told you a lie, and you believed the lie of the enemy, and you believed that your son is dead.
കഴിഞ്ഞ നാളുകളിൽ ശത്രുവായവൻ നിങ്ങളോട് പറഞ്ഞ ബോഷ്ക്ക് നിങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ബോഷ്കിന്റെ പകരമായി അവനെ തിരികെ പ്രാപിക്കുവാൻ പോകുന്നു. You know, the enemy told that your son is dead. ശത്രുവായവൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിച്ചത് നിങ്ങളുടെ മകൻ മരിച്ചുപോയി എന്നാണ്. The enemy told that your coin is lost forever. ശത്രുവായവൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ വെള്ളി നാണയം നഷ്ടപ്പെട്ടു പോയി എന്നാണ്. The enemy told you that your young lamb, your lamb has been eaten by animals. ശത്രുവായവൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ആടിനെ ദുഷ്ടമൃഗം കടിച്ചു കീറി എന്നാണ്. And you were mourning and lamenting all these days. അതുകൊണ്ട് തന്നെ ഈ നാളുകളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ദുഃഖത്തിലും കരച്ചിലും കഴിച്ചുകൂട്ടി. Because you believed the lie of the enemy. കാരണം നിങ്ങൾ ശത്രുവിന്റെ അപവാദത്തിൽ നിങ്ങൾ വിശ്വസിച്ചു. Jacob believed the lie of his own children. തന്റെ സ്വന്തം മക്കളുടെ അപവാദത്തിൽ യാക്കോബ് വിശ്വസിച്ചു. So he was in pain and agony. അതുകൊണ്ട് തന്നെ തന്റെ ആയുസ് മുഴുവൻ അവൻ ദുഃഖത്തിലും കഷ്ടത്തിലും കഴിച്ചുകൂട്ടി. Dear brothers and dear sisters, പ്രിയ സഹോദരി I സഹോദരന്മാരെ, have a good news. എനിക്കിത് നിങ്ങളോട് പറയാൻ സദ്വർത്തമാനമുണ്ട്. Your son Joseph is alive. നിന്റെ മകനായ യോസേഫ് ജീവനോടെ ഇരിക്കുന്നു. Your sheep is alive. നഷ്ടപ്പെട്ടു പോയ ആട് ജീവനോടെ ഇരിക്കുന്നു. Your coin is alive. കളഞ്ഞുപോയ വെള്ളി നാണയം അങ്ങനെ തന്നെയുണ്ട്. Oh, your son is alive. നിങ്ങളുടെ പൈതൽ ജീവനോടെ ഇരിക്കുന്നു. Your joy is coming back into your home. നിന്റെ നഷ്ടപ്പെട്ട സന്തോഷം നിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. Your house is going to be a house of dancing and rejoicing. നിന്റെ ഭവനം ഉല്ലാസത്തിന്റെയും ഘോഷത്തിന്റെയും ഭവനമായി തീരുവാൻ പോകുന്നു. Your house is going to be a house of dancing. നിന്റെ ഭവനം ഉല്ലാസത്തിന്റെയും ഘോഷത്തിന്റെയും നൃത്തത്തിന്റെയും ഭവനമായി Your തീരുവാൻ പോകുന്നു. house is going to be turned into a feast. നിന്റെ ഭവനം ഒരു ഉത്സവത്തിന്റെ ഭവനമായി തീരുവാൻ പോകുന്നു. A festival is going to take place in your house. ഒരു ഉത്സവം നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നു. That's a great hope. അത് മഹത്തായ ഒരു പ്രത്യാശയാണ്. But how can I have it? എങ്ങനെ എനിക്കത് പ്രാപിക്കാം? Pastor, tell me the secret. How can I have that joy? പാസ്റ്ററെ, നഷ്ടപ്പെട്ട സന്തോഷം എനിക്ക് എങ്ങനെ പ്രാപിക്കാം എന്നുള്ള രഹസ്യം എന്നോട് പറഞ്ഞു തരൂ. Pastor, tell me how can I attain my joy back? പാസ്റ്ററെ, നഷ്ടപ്പെട്ട സന്തോഷം എനിക്ക് എങ്ങനെ തിരികെ പ്രാപിക്കാം? How can I have my joy back? എന്റെ സന്തോഷം എനിക്ക് എങ്ങനെ തിരികെ പ്രാപിക്കാം? How can I regain my loss? എന്റെ നഷ്ടങ്ങളെ എനിക്ക് എങ്ങനെ ലാഭമാക്കിയെടുക്കാം? There are 5 steps the Holy Spirit revealed to me. പരിശുദ്ധാത്മാവ് എന്നോട് എങ്ങനെ നഷ്ടത്തെ ലാഭമാക്കി തീർക്കാം എന്നുള്ളതിന്റെ 5 സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. And 2 steps we already learned last Sunday. 3 steps we learned. 2 steps we learned last Sunday. കഴിഞ്ഞ ഞായറാഴ്ച നാം 2 പടികളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. Number 1, ഒന്നാമതായി acknowledge your loss or be aware of your loss. നിങ്ങളുടെ നഷ്ടത്തെ അംഗീകരിക്കുക, നഷ്ടത്തെക്കുറിച്ച് ബോധവാന്മാരാകുക. Be aware of your loss. നിങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് How ബോധവാന്മാരാകുക. many of you know what you lost? നിങ്ങൾ എത്ര പേർക്കറിയാം നിങ്ങൾക്ക് എന്താണ് നഷ്ടം How വന്നിട്ടുള്ളതെന്ന്? many of you know how much you lost? നിങ്ങൾ എത്ര പേർക്കറിയാം നിങ്ങൾ എത്ര കണ്ട് നഷ്ടം The സംഭവിച്ചിട്ടുണ്ടെന്ന്? loss can be divided into 2 groups. നഷ്ടം 2 വിഭാഗങ്ങളായി വിഭജിക്കാം. Number 1, ഒന്നാമതായി the loss that can be recognized by other people. മറ്റുള്ളവരാൽ തിരിച്ചറിയപ്പെടുന്ന നഷ്ടം. The second is loss you only know. രണ്ടാമതായി നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന നിങ്ങളുടെ വ്യക്തിപരമായ നഷ്ടം. You know, certain laws are recognized by other people. ചില നഷ്ടങ്ങൾ നാട്ടിൽ പാട്ടാണ്. You know, if I lose my son, എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടെങ്കിൽ, if I lose my wife, എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിൽ, it will be known by everybody. കാരണം എൻ്റെ സമൂഹത്തിന് മൊത്തത്തിൽ അറിയാവുന്ന ഒരു നഷ്ടമാണത്. If I lose my house, എൻ്റെ ഭവനത്തിന് നഷ്ടം വന്നെങ്കിൽ it will be known by everybody. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. So there are certain laws in your life that can be known in public. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില നഷ്ടങ്ങൾ അത് പൊതുവായി അറിയപ്പെടുന്ന നഷ്ടമാണ്. But certain laws, പക്ഷെ ചില നഷ്ടങ്ങൾ nobody knows other than you. നീ ഒഴികെ വേറൊരാൾക്കും അറിയാൻ കഴിയാത്ത വ്യക്തിപരമായ നഷ്ടങ്ങളാണ്. Those are the laws that you alone know. നിനക്ക് മാത്രം അറിയാവുന്ന ഒരു നഷ്ടങ്ങളാണത്. Dear brothers and dear പ്രിയ sisters, സഹോദരി സഹോദരന്മാരെ, whether your loss is known in public or it's a secret loss that your own personal loss, both can be regained this morning. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു നഷ്ടമാണെങ്കിലോ നിനക്ക് മാത്രം അറിയാവുന്ന ഒരു നഷ്ടമാണെങ്കിലോ അത് രണ്ടും ഇന്ന് പകൽക്കാലം നിനക്ക് തിരികെ Dear പ്രാപിക്കാം. brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, the loss that David had was something very personal. No one knew that. ദാവീദിന് നഷ്ടം വന്നത് വളരെ വ്യക്തിപരമായ അവന്റെ രക്ഷയുടെ സന്തോഷമായിരുന്നു. Nobody else knew that he lost the joy of salvation. അവനൊഴികെ മറ്റാർക്കും അറിയില്ലായിരുന്നു അവന് നഷ്ടം വന്ന രക്ഷയുടെ സന്തോഷം. There are some personal loss. അതുപോലെ തന്നെ വ്യക്തിപരമായ ചില നഷ്ടങ്ങളുണ്ട്. You alone know നിനക്ക് മാത്രം അറിയാവുന്നത്. that you lost that intimacy with God. കാരണം നിനക്ക് ദൈവവുമായുള്ള അടുപ്പത്തിൽ നിന്ന് നിനക്ക് നഷ്ടം വന്നത്.
You alone knows that you got that passion for God. ദൈവത്തോടുള്ള വൈകാരികമായ അനുഭവത്തിൽ നിനക്ക് വന്ന വിള്ളൽ നിനക്ക് മാത്രം That അറിയാവുന്നതാണ്. is something very personal. അത് അത്രമാത്രം വൈകാരികമാണ്, വ്യക്തിപരമാണ്. David knew that law. ദാവീദ് അത് തിരിച്ചറിഞ്ഞു. that loss. ദാവീദ് അത് തിരിച്ചറിഞ്ഞിരുന്നു. He knew the joy of salvation has gone from him. ഒരിക്കൽ അവൻ അനുഭവിച്ചിരുന്ന രക്ഷയുടെ സന്തോഷം നഷ്ടം വന്നത് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. He knew that his intimacy with God has lost. ദൈവത്തോടുള്ള അടുപ്പത്തിൽ ഒരു അകൽച്ച വന്നത് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. But certain laws are public. പക്ഷെ ചില നഷ്ടങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വിധത്തിലുള്ളതാണ്. Everybody knew the prophet's disciple lost the axe. എല്ലാവർക്കും അറിയാമായിരുന്നു പ്രവാചകന്റെ ശിഷ്യന് കോടാലി നഷ്ടപ്പെട്ട വിവരം. Everybody knew that. എല്ലാവർക്കും അറിയാവുന്ന ഒരു That വസ്തുതയാണ്. was not something personal that can hide in front of other people. മറ്റുള്ളവരുടെ മുമ്പാകെ ഒളിച്ചു വെക്കുന്ന ഒരു നഷ്ടമായിരുന്നില്ല അത്. The loss of Job was public. Everybody knew. യോബിന്റെ ജീവിതത്തിൽ വന്ന നഷ്ടം മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. But the loss that David had was very personal, very personal. പക്ഷേ ദാവീദിന്റെ ജീവിതത്തിൽ വന്ന നഷ്ടം വളരെ വ്യക്തിപരമായിരുന്നു, So വൈകാരികമായിരുന്നു. whether your loss is personal or very secretive loss or public loss, both can be regained this morning. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ, നിന്റെ ജീവിതത്തിൽ വന്നത് വ്യക്തിപരമായി അങ്ങേയറ്റം രഹസ്യ സ്വഭാവമുള്ള ഒന്നാണോ അതോ നാട് മുഴുവൻ അറിയുന്ന പരസ്യ സ്വഭാവമുള്ളതാണോ, രണ്ടും നിനക്ക് തിരികെ പ്രാപിക്കാം. Whatever it is, first step is acknowledge and be aware of your loss. അതെന്ത് തന്നെയാണെങ്കിലും അത് തിരികെ പ്രാപിക്കേണ്ടതിന്റെ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് നിന്റെ നഷ്ടത്തെ നീ തിരിച്ചറിയുക, Do അതിനെ you അംഗീകരിക്കുക. know what you lost in your life? നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടം വന്നത് എന്താണെന്നതിനെ കുറിച്ച് ബോധവാന്മാരാകുക. David knew that he lost the joy of salvation. ദാവീദ് തിരിച്ചറിഞ്ഞു തന്റെ ജീവിതത്തിൽ നഷ്ടം വന്നത് രക്ഷയുടെ സന്തോഷമായിരുന്നു. David knew that he lost the intimacy with God. ദൈവവുമായുള്ള അടുപ്പമായിരുന്നു നഷ്ടം വന്നതെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. David knew the absence of the Holy Spirit in his life. പരിശുദ്ധാത്മാവിന്റെ അഭാവം തന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. Dear brothers and dear sisters, do you know what you lost in your പ്രിയ life? സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നഷ്ടം വന്നിരിക്കുന്നതെന്ന്? Secondly, രണ്ടാമതായി value your loss or find out the importance of your loss. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്നതിന്റെ മൂല്യവും അതിന്റെ പ്രാധാന്യവും തിരിച്ചറിയുക. What is the value of the things what you lost? നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്നതിന്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുക. No, the shepherd knew the value of the sheep. ഇവിടെ പറയുന്ന ഇടയന് തന്നെ നഷ്ടം വന്ന ആടിന്റെ മൂല്യത്തെ That തിരിച്ചറിയാമായിരുന്നു. woman knew the value of that small silver coin that lost from her headband. ഇവിടെ ഉപമയിൽ പറയുന്ന രണ്ടാമത്തെ ഉപമയിൽ ആ സ്ത്രീക്ക് തനിക്ക് കൈമോശം വന്ന വെള്ളി നാണയത്തിന്റെ മൂല്യം തിരിച്ചറിയാമായിരുന്നു. And the father knew the value of his son. തന്റെ നഷ്ടപ്പെട്ട പൈതലിന്റെ മൂല്യം പിതാവ് The തിരിച്ചറിഞ്ഞിരുന്നു. prophet's disciple knew the value of the axe he lost. പ്രവാചകന്റെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞിരുന്നു നഷ്ടപ്പെട്ട കോടാലിയുടെ മൂല്യം. That David knew the value of the presence of the Holy Spirit and the presence of God and the joy of salvation. ദാവീദ് തിരിച്ചറിഞ്ഞിരുന്നു പരിശുദ്ധാത്മാവിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ദൈവത്തോടുള്ള അടുപ്പത്തിൽ നിന്നും വന്നിരുന്ന നഷ്ടങ്ങളും രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ദാവീദ് തിരിച്ചറിഞ്ഞു. Job knew the value of his children, his wealth and his health. യോബ് തന്റെ മക്കളുടെ മരണത്തിലും തന്റെ ശരീരത്തിന്റെ അപജയത്തിലും തന്റെ സമ്പത്തിന്റെ നഷ്ടത്തിലും യോബ് So തിരിച്ചറിഞ്ഞിരുന്നു. the second thing, if you want to regain what you have lost, you have to find out the value or the importance of the things that you lost in your life. അതുകൊണ്ട് തന്നെ പ്രിയ സഭയെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന നഷ്ടത്തെ തിരികെ പ്രാപിക്കേണ്ടതിന്റെ രണ്ടാമത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ നഷ്ടം വന്നതിന്റെ മൂല്യത്തെയും അതിന്റെ പ്രാധാന്യത്തെയും തിരിച്ചറിയുക. The third step is മൂന്നാമത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് the desire to regain the loss. തിരികെ പ്രാപിക്കേണ്ട ഒരു അഭിവാഞ്ച നിങ്ങൾക്കുണ്ടായിരിക്കണം. I want to get it back. എനിക്കത് എങ്ങനെയെങ്കിലും തിരികെ പ്രാപിക്കണം. The shepherd had a desire to get back his sheep. ഇടയന് നഷ്ടപ്പെട്ട ആടിനെ എങ്ങനെയെങ്കിലും തിരികെ പ്രാപിക്കണമെന്ന അഭിവാഞ്ചയുണ്ടായിരുന്നു. That woman had a desire to get back the lost coin given by her husband and family. തന്റെ ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും തനിക്ക് സമ്മാനമായി ലഭിച്ച വെള്ളി നാണയത്തെ തിരികെ പ്രാപിക്കണമെന്നിരുന്നുള്ള ഒരു അഭിവാഞ്ച ഈ സ്ത്രീക്കുണ്ടായിരുന്നു. That was a prestige issue for her. അത് അവളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു. That showed the faithfulness and accountability to her husband. അവളുടെ ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് ലഭിച്ച വെള്ളി നാണയം നിലകൊള്ളുന്ന അവളുടെ വിശ്വസ്തതയുടെയും അവളുടെ ജാഗരൂകതയുടെയും അടയാളമായിട്ടായിരുന്നു. She knew the importance of that coin. അതുകൊണ്ട് തന്നെ അവൾ ആ നഷ്ടപ്പെട്ട വെള്ളി നാണയത്തിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞിരുന്നു. So she desired to get it back. അതുകൊണ്ട് തന്നെ അത് തിരികെ പ്രാപിക്കണമെന്നൊരു അഭിവാഞ്ച അവൾക്ക്
അവൾക്കുണ്ടായിരുന്നു. to get it back. അതുകൊണ്ട് തന്നെ അവൾക്ക് തിരികെ പ്രാപിക്കണമെന്നുള്ള അഭിവാഞ്ച She ഉണ്ടായിരുന്നു. did not want to move to the next day without it. അതുകൊണ്ട് തന്നെ അതില്ലാതെ അടുത്തൊരു ദിവസം പുലരുന്നതിനെ കുറിച്ച് അവൾക്ക് ചിന്തിക്കാനേ The കഴിയുമായിരുന്നില്ല. shepherd didn't want to sleep without finding the lost sheep. ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു പ്രാപിക്കാതെ ഉറങ്ങേണ്ടുന്ന കാര്യത്തെ കുറിച്ച് ഇടയൻ The ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു. father could not enjoy any good food without his son. തന്റെ നഷ്ടപ്പെട്ട മകനെ കൂടാതെ ഒരു നല്ല ഭക്ഷണം ആസ്വദിക്കുന്നതിന് പോലും ആ പിതാവിന് കഴിഞ്ഞിരുന്നില്ല. David could not prolong for one more hour without the presence of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ ഒരു നാഴിക പോലും കഴിക്കുന്ന കാര്യം ദാവീദിന് ചിന്തനീയമല്ലായിരുന്നു. David could not sleep with his wife without losing the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിലല്ലാതെ തന്റെ ഭാര്യയോടൊത്ത് ശയിക്കുന്നത് പോലും ദാവീദിന് ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു. The joy of the Lord was more important than the wine and the women that will give to her. തനിക്ക് ലഭിച്ച മദ്യത്തെക്കാളും തന്റെ ഭാര്യമാരെക്കാളും അത്രമാത്രം ദാവീദ് വിലമതിച്ചിരുന്ന പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമായിരുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, let me tell you something this morning. ഇന്ന് പകൽക്കാലം ഞാനൊന്ന് നിങ്ങളോട് പറയട്ടെ. Do you have a desire to get back what you lost? നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്നത് തിരികെ പ്രാപിക്കണമെന്നൊരു അഭിവാഞ്ച നിങ്ങൾക്കുണ്ടോ? Or are you ignoring your loss? അതോ നിങ്ങൾ അതിന് നേരെ കണ്ണടയ്ക്കുകയാണോ? നീ അതിനെ അവഗണിക്കുകയാണോ ചെയ്യുന്നത്? Do you have a desire to get back? നിങ്ങൾക്ക് അത് തിരികെ പ്രാപിക്കണമെന്നൊരു വാഞ്ചയുണ്ടോ? Lord, I need that Holy Spirit back into my life. കർത്താവേ, എന്റെ ജീവിതത്തിൽ നഷ്ടം വന്ന പരിശുദ്ധാത്മാവിനെ എനിക്ക് തിരികെ Lord, പ്രാപിക്കണമേ. I need the gifts of the Holy Spirit that I had once. കർത്താവേ, ഒരിക്കൽ ഞാൻ ആസ്വദിച്ചിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ എനിക്ക് തിരികെ തരണമേ. Lord, I want the ministry which I enjoyed once. ഒരിക്കൽ ഞാൻ ആസ്വദിച്ചിരുന്ന അനുഭവിച്ചിരുന്ന ദൈവത്തിന്റെ ശുശ്രൂഷ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. Lord, I need that. കർത്താവേ, എനിക്കത് ചെയ്തെടുക്കണം. I cannot live like this. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ Do സാധ്യമല്ല. you have a passion to regain what you lost in the way of your life? നിങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ വഴികളിൽ നിങ്ങൾക്ക് നഷ്ടം വന്നതിനെ തിരികെ പ്രാപിക്കേണ്ടതായിട്ടുള്ള ഒരു വൈകാരികമായ ആവശ്യം നിങ്ങൾക്കുണ്ടോ? One day Mary and Joseph lost one thing. ഒരിക്കൽ മേരിക്കും യോസേഫിനും ഒന്ന് നഷ്ടം വന്നിരുന്നു. They lost their son Jesus. അവർക്ക് തങ്ങളുടെ മകനായ യേശുവിനെ നഷ്ടം വന്നു. The anointed one. അതും അഭിഷിക്തനായ ഒരുത്തനെ, The one who was sent by the Lord. ദൈവത്താൽ അയക്കപ്പെട്ട ഒരുത്തനെ. They lost their child. അവർക്ക് അവരുടെ പൈതലിനെ നഷ്ടം വന്നു. But they didn't say, I have some other children, so we don't mind that he is anyway chosen by God. He is created by God. Somehow he will live. അതുകൊണ്ട് അവർ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ല, അവൻ പോയാലും പോകട്ടെ, ഞങ്ങൾക്ക് മറ്റു മക്കളുണ്ട് എന്ന് ഒരിക്കലും അവൻ പറഞ്ഞില്ല. അവനേതായാലും ദൈവം അവനെ നോക്കിക്കൊള്ളുന്നു പറഞ്ഞ് അവനെ അവഗണിച്ചില്ല. They went back. There was a passion in their life to get back Jesus. അവർ തിരികെ വന്ന് അവനെ പ്രാപിക്കണം, അവനെ തിരികെ ലഭിക്കണം എന്നുള്ള വൈകാരികമായ അടുപ്പത്തിന്റെ പുറത്താണ് അവർ തിരിച്ചു നടന്നത്. യേശുവിനെ മടക്കി കിട്ടണമെന്ന് അതിയായ ഒരു ദാഹം അവരുടെ അന്തരാത്മാവിലുണ്ടായിരുന്നു. Do you have a passion to get Jesus back into your life? നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ തിരികെ ലഭിക്കണമെന്നുള്ള അതുപോലുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? Do you have a passion to get the Holy Spirit back into your life? നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ തിരികെ പ്രാപിക്കണമെന്നുള്ള അടങ്ങാത്തൊരു അഭിവാഞ്ച നിങ്ങൾക്കുണ്ടോ? Do you have a passion to enjoy the presence of God? ദൈവസന്നിധിയിൽ സന്തോഷിക്കണമെന്നുള്ള ഒരു അടങ്ങാത്ത വൈകാരികമായ സന്തോഷം നിങ്ങൾക്കുണ്ടോ? Do you have a passion to enjoy the joy of the Lord? ദൈവത്തിലുള്ള സന്തോഷം തിരികെ അനുഭവിക്കണമെന്നുള്ള ഒരു സന്തോഷം, ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? Do you have a passion or a desire or a burning inclination to regain what you lost? നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്നതിനെ തിരികെ പ്രാപിക്കണമെന്നുള്ള ഒരു അഭിവാഞ്ച, ഒരു ആഗ്രഹം, ഒരു കത്തുന്ന ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? That's the third step if you want to regain what you lost in your life. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്നതിനെ തിരികെ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ചെയ്തെടുക്കേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്. Unless and until you don't have that desire, you cannot and you will not regain what you lost. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് തിരികെ പ്രാപിക്കണമെന്നുള്ള അഭിവാഞ്ച ഇല്ലാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും അത് ജീവിതത്തിൽ തിരികെ പ്രാപിക്കുവാൻ കഴിയില്ല. This morning let me tell you something. ഇന്ന് പകൽക്കാലം ഞാൻ ഒന്ന് നിങ്ങളോട് പറയട്ടെ. If you have a desire like that, നിങ്ങൾക്ക് അതുപോലുള്ള ഒരു ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, a passionate unquenchable passion in your life, തുല്യം നിൽക്കാത്തൊരു വൈകാരികമായ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, cry unto the Lord. ദൈവത്തിനോട് നിലവിളിച്ചാൽ, Lord, I need that. കർത്താവേ, എനിക്കത് തിരികെ വേണം. Just like David cried unto God. ദാവീദ് ദൈവത്തിലേക്ക് നിലവിളിച്ചതുപോലെ, Just like the prophet's disciple cried unto the prophet. പ്രവാചകന്റെ ശിഷ്യന്മാർ പ്രവാചകന്റെ നേരെ നിലവിളിച്ചതുപോലെ, Just like Job cried unto God. യോബ് സർവശക്തനിലേക്ക് തിരിഞ്ഞു കരഞ്ഞതുപോലെ, Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, if you turn your days into tears, ഈ നാളുകൾ നിങ്ങൾ നിങ്ങളുടെ ദിവസങ്ങളെ കണ്ണുനീരിലേക്ക് തിരിക്കുമെങ്കിൽ, God will grant those things.
ദൈവം നിങ്ങളെ മുഖത്തെ മാനിച്ച് അത് നിങ്ങൾക്ക് അനുവദിച്ചു തരിക തന്നെ ചെയ്യും. He will enable you to regain everything you lost in these days. ഈ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്നതിനെ തിരികെ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ So I ബലപ്പെടുത്തും. taught you 3 steps. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ 3 കാര്യങ്ങളെ പഠിപ്പിച്ചു. Acknowledge your loss this morning, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നഷ്ടം വന്നതിനെ അംഗീകരിക്കുക. or be aware of your loss. ആ നഷ്ടത്തെ നിങ്ങളെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുക. Secondly, find the value or find the importance of your loss. നിങ്ങൾക്ക് കൈമോശം വന്നതിന്റെ പ്രാധാന്യത്തെയും അതിന്റെ മൂല്യത്തെയും തിരിച്ചറിയുക. And thirdly, have a desire to regain those things. മൂന്നാമതായി ആ നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കണമെന്നുള്ള അടങ്ങാത്ത അഭിവാഞ്ച നിങ്ങളിൽ ഉണ്ടായിരിക്കണം. Have a desire. ഒരാഗ്രഹം നിങ്ങളിൽ Have ഉണ്ടായിരിക്കണം. a passion for that. ഒരു വൈകാരികമായ അടുപ്പം And ഉണ്ടായിരിക്കണം. fourthly, നാലാമതായി be willing to step out and seek. അത് തിരയുവാനുള്ള ഒരു താല്പര്യം, ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇറങ്ങി പുറപ്പെട്ട be willing to step out and seek. ഇറങ്ങി പുറപ്പെട്ടു വന്ന് തിരയുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. Be willing to step out and seek. മുന്നോട്ട് വന്ന് തിരയുവാനുള്ള ഒരു ആഗ്രഹം What did ഉണ്ടായിരിക്കണം. the shepherd do? എന്താണ് ഇടയൻ ചെയ്തത്? He came back all the way that he walked on that day. അവൻ കഴിഞ്ഞ നാളുകളിലെല്ലാം തന്റെ ആട്ടിൻപറ്റത്തെ പരിപാലിച്ചു കൊണ്ടുവന്നിരുന്ന അതേ സ്ഥലങ്ങളിലേക്ക് അവൻ തിരികെ He നടന്നു. stepped out of his comfort zone. അവൻ അവന്റെ സുരക്ഷിതമായ അവന് സന്തോഷം തരുന്ന ആ സ്ഥലങ്ങളിൽ നിന്നും അവൻ ഇറങ്ങി The പുറപ്പെട്ടു. shepherd is back in his house with his sheep to take rest. The shepherd is back in his house to take rest. ഈ ഇടയൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന് വിശ്രമം എടുക്കുകയല്ല ചെയ്തത്. പകലത്തെ അധ്വാനമെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാനായിട്ട് ആട്ടിൻപറ്റവുമായി രാത്രി ഇടയൻ തന്റെ ആലയിലേക്ക് വന്നിരിക്കുകയാണ്. Then he found out that he lost one sheep. അപ്പോഴാണ് അവൻ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നത്, തന്റെ ആട്ടിൻപറ്റത്തിൽ നിന്നും ഒരു ആടിനെ നഷ്ടം വന്നിരിക്കുന്നു. So he was willing to leave his comforts and go after the lost one. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ വിശ്രമസ്ഥാനത്തെ വിട്ടുകൊണ്ട് നഷ്ടപ്പെട്ട ഒന്നിന്റെ പിറകെ ഇറങ്ങി The തിരിക്കുകയാണ്. woman was willing to lay aside all the household affairs and seek that lost coin. അതുപോലെ തന്നെ തന്റെ സകല കുടുംബകാര്യങ്ങളെയും ഒരു വശത്താക്കി വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ട വെള്ളി നാണയത്തിന് പിറകെ തിരയുകയാണ് ഈ സ്ത്രീ ചെയ്തത്. She was willing to set aside all other things and gave priority to finding the lost coin. സ്ത്രീ തന്റെ എല്ലാ കുടുംബകാര്യങ്ങളെയും ഒരു വശത്ത് ഒതുക്കി വെച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ ഒരു മുൻഗണനാക്രമത്തിൽ ഈ നഷ്ടപ്പെട്ട നാണയത്തിന് പിറകെയാണ് അവൾ ഇറങ്ങി തിരിച്ചത്. നഷ്ടപ്പെട്ട നാണയത്തെ വീണ്ടെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ മുൻഗണന എന്നുള്ള രീതിയിൽ മറ്റെല്ലാത്തെയും അവൾ അവഗണിച്ച് മാറ്റിവെക്കുക. What about you? എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? You want spiritual blessings? നിങ്ങൾക്ക് ആത്മീയമായ അനുഗ്രഹങ്ങളെ ആവശ്യമുണ്ടോ? You want God to touch you? ദൈവികമായ സ്പർശനം നിങ്ങൾക്ക് You ആവശ്യമുണ്ടോ? want God to increase you? ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കണമെന്ന് നിങ്ങൾ But ആഗ്രഹിക്കുന്നു. are you willing to lay aside everything and seek the presence of God and seek His help? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് പിറകെ ഇറങ്ങി തിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? Are you willing to step out? നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ തയ്യാറാണോ? If you want to step out, you have to set aside other things. നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടണമെങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങളെ ഒരു വശത്താക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇറങ്ങി The പുറപ്പെടുവാൻ കഴിയുള്ളൂ. shepherd was willing to do that. അതുകൊണ്ടാണ് ഇടയൻ അങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞത്. The woman was willing to do that. ആ സ്ത്രീക്ക് അപ്രകാരം ചെയ്യുവാൻ The കഴിഞ്ഞിരുന്നു. father set aside everything and waiting and watching for his son. ആ പിതാവ് സകല കാര്യങ്ങളെയും ഒരു വശത്താക്കിക്കൊണ്ട് തന്റെ നഷ്ടപ്പെട്ട മകന് വേണ്ടി നോക്കി പാർക്കുകയായിരുന്നു. The disciple of the prophet was willing to set aside everything but seek the lost axe. പ്രവാചക ശിഷ്യന്മാർ മറ്റു പല കാര്യങ്ങളെയും ഒരു വശത്താക്കിക്കൊണ്ട് നഷ്ടപ്പെട്ട മഴുവിന് പിന്നാലെ തിരഞ്ഞു നടന്നു. The King David was willing to set aside all kingly rules and regulations and responsibilities and seek the lost presence of God. ദാവീദ് രാജകീയമായ സകല ഉത്തരവാദിത്തങ്ങളും സകല കടമകളും മാറ്റിവെച്ചുകൊണ്ട് തനിക്ക് ഒരിക്കൽ നഷ്ടം വന്ന രക്ഷയുടെ സന്തോഷത്തിന് പിറകെ ഇറങ്ങി തിരിച്ചു. Mary and Joseph was willing to go back and find Jesus. മേരിയും യോസേഫും തിരികെ നടന്ന് നഷ്ടപ്പെട്ടു പോയ യേശുവിന് പിന്നാലെ അവർ നടന്നു. Are you willing to step out നിങ്ങൾ ഇറങ്ങി പുറപ്പെടുവാൻ തയ്യാറാണോ? and seek തിരയുവാൻ തയ്യാറാണോ? what you lost? നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്നത്. I covered 4 steps this morning. ഇന്ന് പകൽക്കാലം ഞാൻ 4 ചവിട്ടുപടികളെ കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചു. Acknowledge your loss. നിങ്ങളുടെ നഷ്ടത്തെ അംഗീകരിക്കുക. Value the importance of your loss. നിങ്ങളുടെ നഷ്ടത്തിന്റെ മൂല്യത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് ബോധവാന്മാരാകുക. Desire to regain the loss. നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കാനുള്ള അഭിവാഞ്ച ഉണ്ടായിരിക്കുക. And be willing to step out and set aside everything and seek what you lost
in your life. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ സകല കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടതിന്റെ പിറകെ ഇറങ്ങി തിരിക്കുവാനുള്ള ഒരു അഭിവാഞ്ചം നിങ്ങൾക്കുണ്ടായിരിക്കുക. And finally, അഞ്ചാമതായി, don't give up, be perseverant. ഒരിക്കലും നിങ്ങളുടെ ആ തുടർച്ചാശ്രമത്തെ നിങ്ങൾ പാഴാക്കരുത്. Be persistent. സ്ഥിരതയുള്ളവരായിരിക്കുക. Be persistent അതിനെ പിൻചെല്ലുന്ന ഒരു മനോഭാവമുള്ളവരായിരിക്കുക. till you find it. നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കുന്നതുവരെ തുടരുക. Till you get it. അത് തിരികെ പ്രാപിക്കുന്നതുവരെ നിങ്ങൾ ആ പരിശ്രമം തുടരുക. അശ്രാന്ത പരിശ്രമം അല്ലെങ്കിൽ നിതാന്ത പരിശ്രമം. Do keep on doing it. നിങ്ങൾ അത് ചെയ്യുന്നതിൽ ബദ്ധശ്രദ്ധരായിരിക്കുക. Be persistent നിതാന്ത പരിശ്രമമുള്ളവരായിരിക്കുക. till you find the lost. വിശ്രമം കൂടാതെ അത് തിരികെ പ്രാപിക്കുന്നതുവരെ നിങ്ങൾ നിതാന്ത പരിശ്രമമുള്ളവരായിരിക്കുക. Oh, the shepherd kept on searching for the lost sheep. ഇടയൻ ആ ഒരു ആടിനെ തിരികെ പ്രാപിക്കുന്നതുവരെ നിതാന്ത പരിശ്രമം ചെയ്ത വ്യക്തിയായിരുന്നു. That woman kept on searching that lost coin. ആ സ്ത്രീ തനിക്ക് നഷ്ടപ്പെട്ട വെള്ളി നാണയം തിരികെ പ്രാപിക്കുന്നതുവരെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. The father waited on till he gets his son back. തന്റെ ഭവനം വിട്ടുപോയ പൈതൽ തിരിച്ചു വരുന്നതുവരെ ആ പിതാവ് നോക്കിക്കൊണ്ടേയിരുന്നു. David cried in the presence of God till he got the Holy Spirit back. രക്ഷയുടെ സന്തോഷം തിരികെ പ്രാപിക്കുന്നതുവരെ ദാവീദ് ദൈവത്തിങ്കിലേക്ക് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. He cried and cried unto the Lord. അവന്റെ ദിനരാത്രങ്ങൾ കരച്ചിലിൻ്റെതായിരുന്നു. He cried, അവൻ കരഞ്ഞിരുന്നു. unto you and you alone I have sinned. നിന്നോട് മാത്രം ഞാൻ പാപം ചെയ്തു പോയി. Lord, I have sinned against you. കർത്താവേ, ഞാൻ നിനക്കെതിരായി പാപം ചെയ്തു പോയി. Have mercy on me. എന്നോട് കരുണ കാണിക്കണമേ. I repented the sin of my mother. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അകൃത്യത്തിൽ ഉരുവായി. I repeated the same sin what my mother committed. എൻ്റെ അമ്മ ചെയ്ത അതേ പാപം തന്നെ ഞാനും ചെയ്തല്ലോ. I am a sinner. ഞാനൊരു പാപിയാകുന്നു. I have no right to stand before the Holy Ghost. നിന്റെ പരിശുദ്ധനായ നിന്റെ മുമ്പിൽ നിൽക്കുവാനുള്ള യാതൊരു പ്രാഗൽഭ്യവും എനിക്കില്ല. Give me back the joy of my salvation. എൻ്റെ രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് തിരികെ തരണമേ. He cries. അവൻ ദൈവത്തിങ്കിലേക്ക് നിലവിളിച്ചു. He cried. അവൻ ദൈവത്തിങ്കിലോട്ട് നിലവിളിച്ചു. അവൻ നിലവിളിച്ചു till he got the joy of salvation. ദൈവം അവന്റെ രക്ഷയുടെ സന്തോഷം അവന് തിരികെ കൊടുക്കുന്നതുവരെ അവൻ നിലവിളിച്ചു. He was persistent in getting back that joy. അവൻ ആ സന്തോഷം തിരികെ പ്രാപിക്കുന്നതുവരെ അത് ലഭിക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തിരുന്നു. He was persistent in getting back that fellowship. ദൈവവുമായുള്ള കൂട്ടായ്മ തിരികെ ലഭിക്കുന്നതുവരെ അവൻ ആ കാര്യത്തിൽ നിതാന്ത പരിശ്രമം The ചെയ്തിരുന്നു. shepherd was persistent in getting back his lost sheep. തനിക്ക് നഷ്ടം വന്ന ഒരാടിനെ ലഭിക്കുന്നതുവരെ ആ ആട്ടിടയൻ ജാഗരൂകനായിരുന്നു. That woman was persistent in seeking that lost coin until she finds it. നഷ്ടപ്പെട്ട വെള്ളി നാണയം തിരികെ ലഭിക്കുന്നതുവരെ ആ സ്ത്രീ അവൾ തിരയുന്ന കാര്യത്തിൽ ബദ്ധശ്രദ്ധയായിരുന്നു. The father was persistent in seeking and searching and waiting for his son. നഷ്ടപ്പെട്ട പൈതലിനെ തിരികെ പ്രാപിക്കുന്നതുവരെ ആ പിതാവ് ആ മകന് വേണ്ടി നോക്കി പാർത്തിരുന്നു. The parents of Jesus were persistent till they get their Jesus. യേശുവിന്റെ മാതാപിതാക്കൾ യേശുവിനെ തിരികെ അവരോടൊപ്പം ലഭിക്കുന്നതുവരെ നിതാന്ത പരിശ്രമം ചെയ്തിരുന്നവരായിരുന്നു. King David was persistent in searching the Holy Spirit and getting it back. ദാവീദ് തനിക്കൊരിക്കൽ നഷ്ടം വന്ന രക്ഷയുടെ സന്തോഷം തിരികെ പ്രാപിക്കുന്നതുവരെ പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ തിരികെ ലഭിക്കുന്നതുവരെ ആ കാര്യത്തിൽ ജാഗരൂകനായിരുന്നു. Will you be persistent this morning? ഇന്ന് പകൽക്കാലം നിങ്ങൾ അത്തരത്തിലുള്ള അശ്രാന്ത പരിശ്രമം ചെയ്യുന്നവരാണോ? I know that you know what you lost in your life. എനിക്കറിയാം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നഷ്ടം വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം. You know the value of it. ആ നഷ്ടം വന്നതിന്റെ മൂല്യത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണ്. You have a desire to get it back. നിങ്ങൾക്ക് അത് തിരികെ പ്രാപിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. You are ready to even to step out. നിങ്ങൾ അതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങുവാനും നിങ്ങൾ തയ്യാറാണ്. But are you persistent this morning? പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി ഒരു തുടർ പരിശ്രമം നടത്തുവാൻ നിങ്ങൾ തയ്യാറാണോ? Are you persistent this morning? നിങ്ങൾ അതിനു വേണ്ടി തുടരെ പരിശ്രമിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? Get back that joy. നഷ്ടപ്പെട്ട സന്തോഷം തിരികെ പ്രാപിക്കുന്നതുവരെ, get back that fellowship, ആ കൂട്ടായ്മ തിരികെ ലഭിക്കുന്നതുവരെ, to get back Jesus, യേശുവിനെ തിരികെ ലഭിക്കുന്നതുവരെ, to get back Holy Spirit, പരിശുദ്ധാത്മാവിനെ തിരികെ ലഭിക്കുന്നതുവരെ. And the Bible promises like this. വേദപുസ്തകം നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പു തരുന്നു. Seek, you shall find. നിങ്ങൾ അന്വേഷിക്കുക എന്നാൽ നിങ്ങൾ കണ്ടെത്തും. Seek, you shall find. അന്വേഷിക്കുക എന്നാൽ നിങ്ങൾ കണ്ടെത്തും. You will get it back. നിങ്ങൾക്കത് തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. You will get it back. നിങ്ങൾക്കത് തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. Let me close the sermon of this year with this command to persist after what you
lost. ഈ വർഷത്തിന്റെ അവസാനത്തെ ഈ സഭായോഗത്തിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിന്റെ കാലാകാലങ്ങൾ നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നിട്ടുണ്ടോ അത് തിരികെ ലഭിക്കുന്നതുവരെ അശ്രാന്ത പരിശ്രമം ചെയ്യുക. And let's start next year with great joy. പുതിയ വർഷം സന്തോഷത്തോടെ തുടങ്ങുക. Let's close this year with celebration. ഈ വർഷത്തിന്റെ അവസാനം ആഘോഷത്തോടെ കൂടെ ആയിരിക്കണം. With a great confidence, I caught what I lost. എൻ്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകൾ എനിക്ക് എന്ത് നഷ്ടം വന്നു അത് എനിക്ക് തിരികെ ലഭിച്ചു എന്ന ഉത്തമമായ ആത്മവിശ്വാസത്തോടെ ആയിരിക്കണം ഈ വർഷത്തിന് നാം അവസാനമിടേണ്ടത്. I got my sheep back. എനിക്ക് എൻ്റെ ആടിനെ തിരികെ ലഭിച്ചു. I got my coin back. എനിക്ക് എൻ്റെ വെള്ളി നാണയത്തെ തിരികെ ലഭിച്ചു. I got my child back. എനിക്ക് എൻ്റെ പൈതലിനെ തിരികെ ലഭിച്ചു. I got the Holy Spirit. എനിക്ക് എന്നിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിനെ തിരികെ I ലഭിച്ചു. got the joy of my salvation. എൻ്റെ രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് തിരികെ ലഭിച്ചു. I am reconnected with the Holy Spirit. I am reconnected with my Father. ഞാൻ പരിശുദ്ധാത്മാവുമായും എൻ്റെ സ്വർഗീയ പിതാവുമായും വീണ്ടും എൻ്റെ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. I got the lost Jesus. എനിക്ക് നഷ്ടപ്പെട്ട യേശുവിനെ തിരികെ ലഭിച്ചു. I am going to celebrate. ഞാൻ ആഘോഷിക്കുവാൻ പോവുകയാണ്. I am going to end this year with a celebration. ഞാൻ ഈ ആണ്ടർതി ആഘോഷിക്കുവാൻ പോകുന്നത് ആഘോഷത്തോടു കൂടെയാണ്. I am going to end December 31st with celebration. ഡിസംബർ 31 ഞാൻ അടിവരയിടാൻ പോകുന്നത് ആഘോഷത്തോടു കൂടെയാണ്. With great joy and dancing I will enter into the new year. എൻ്റെ പുതിയ വർഷത്തെ ഞാൻ എതിരേൽക്കുവാൻ പോകുന്നത് ഉത്സാഹത്തോടെയും ആഘോഷ തിമിർപ്പോടും കൂടെയാണ്. But എന്നാൽ you have to be persistent. നീ അതിനു വേണ്ടി പരിശ്രമിച്ചേ മതിയാകൂ. You have to be persistent. നീ വിശ്രമം കൂടാതെ അതിനെ You പിന്തുടരണം. have to be persistent. നീ വിശ്രമം കൂടാതെ അതിനെ പിന്തുടരണം. Then the joy will knock at your door. അങ്ങനെ നീ ചെയ്തുവെങ്കിൽ ഒരിക്കൽ സന്തോഷം നിന്റെ പടിവാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കും നിന്നെ. Then your celebration will knock at your door. അങ്ങനെ നീ ചെയ്യുന്നുവെങ്കിൽ ആഘോഷം നിന്റെ വാതിലിനെ മുട്ടി നിന്നെ വിളിക്കും. And may the Lord help you to enter into the joy of the Lord and have a celebration in your house. അങ്ങനെ വലിയവനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കൽ നഷ്ടം വന്ന സന്തോഷത്തെ തിരികെ പ്രാപിക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ. Don't close this year with a loser. ഒരിക്കലും നഷ്ടം വന്നവനായി നഷ്ടം വന്നവളായി ഈ വർഷത്തെ അവസാനിപ്പിക്കരുത്. Close this year as a gainer. ഒരു ജയാളിയായി ലഭിച്ചവനായി നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിച്ചവനായി ഈ വർഷത്തെ അവസാനിപ്പിക്കുക. That's God's plan for you. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള പദ്ധതി That അതാണ്. is God's plan for you. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെ കുറിച്ച് അതാണ്. Your enemy wants you to be a loser. നിങ്ങളുടെ ശത്രു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നഷ്ടം വന്നവനായി നിങ്ങൾ ഈ വർഷം അവസാനിപ്പിക്കണമെന്നാണ്. Enemy wants you should close your diary with this sentence. നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾ ഈ ഒരു വാചകം എഴുതി നിങ്ങളുടെ ഈ വർഷം അവസാനിപ്പിക്കണമെന്നാണ് ശത്രു ആഗ്രഹിക്കുന്നത്. Again I am a loser. വീണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയമായി തീർന്നു. 2011 was also a year of loss in my life. 2011 മറ്റു വർഷങ്ങളെ പോലെ എൻ്റെ ജീവിതത്തിൽ പരാജയത്തിന്റെ വർഷമായിരുന്നു. Again I am a loser. വീണ്ടും ഞാൻ പരാജയപ്പെട്ടവനായി തീർന്നു. But that's not God's plan. ഓർക്കുക, ദൈവത്തിന്റെ പദ്ധതി അതല്ല. The God says, ദൈവം പറയുന്നു, if you are persistent, നീ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുവെങ്കിൽ, if you are willing to pay the price, നീ അതിനു വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, if you have a desire to get it back, നിങ്ങൾക്ക് അത് തിരികെ പ്രാപിക്കണമെന്നൊരു അഭിവാഞ്ച നിങ്ങൾക്കുണ്ടെങ്കിൽ, you are going to get it. നിങ്ങൾക്ക് അത് ലഭിക്കുക തന്നെ I ചെയ്യും. promise. ഞാൻ ഉറപ്പ് തരുന്നു. I promise. ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം you ചെയ്യുന്നു. are going to get it. നിങ്ങൾക്ക് അത് തിരികെ പ്രാപിക്കുക തന്നെ ചെയ്യും. You will not be a loser. നിങ്ങൾ ഒരിക്കലും ഇനി പരാജയമായിരിക്കില്ല. You will be more than a conqueror. നിങ്ങൾ ജയാളിയേക്കാളും ഉന്നതമായ ജീവിതം നയിക്കുന്നവരായിരിക്കും. Hallelujah.